ഇന്ന് വൈകിട്ട് ഞാനും ദിവ്യാൻഷും നികിത്തും കൂടെ ഇങ്ങനെ നമ്മൾ ബസ്സോതയിൽ കൂടെ ഒന്ന് കറങ്ങുകയാണ്. നമ്മുടെ കരിമ്പിൻ ജ്യൂസ് കുടിക്കണം, കന്നക്ക ജ്യൂസ്. അപ്പോൾ എവിടെ കിട്ടും എന്ന് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. നമ്മുടെ BMC കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നിടത്തുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിർത്താൻ മറന്നുപോയി. പിന്നെ തിരിച്ചു വരാനുള്ള മടിയുണ്ട്, നമ്മൾ നേരെ അങ്ങ് വിട്ടു. അപ്പോൾ നമ്മുടെ ദിവ്യാൻഷു പറഞ്ഞു അവനൊരു കട അറിയാം, അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നത് ഒരു അപ്പൻ്റെ നല്ലൊരു കരിമ്പിൻ ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിർത്തി ഒരു ഗ്ലാസ്സിന് 20 എന്ന നിലയ്ക്ക് നമ്മൾ 3 ഗ്ലാസ് വാങ്ങിച്ച് ഞങ്ങൾ 3 പേരും മാക്കം അത് കുടിച്ച് തീർത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ ഊട് വഴികൾ കൂടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാത്രിയാണ് ഇതുവഴിക്ക് പോകാൻ നല്ല രസമുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഊട് വഴി എന്ന് പറഞ്ഞാൽ ഊട് വഴിയോട് ഊട് വഴി. ഇതുവഴിക്ക് എങ്ങനെയാണ് സാധനങ്ങളുണ്ട്, വലിയ വണ്ടികളൊക്കെ വരുന്നത്, റോഡോട്ടേക്ക് എങ്ങനെ സൈഡ് കൊടുക്കും അറിയത്തില്ല. പക്ഷേ ഇതിനകത്തൂടെ എല്ലാം വണ്ടികളുണ്ട് കേട്ടോ. വീടുകൾ അതിനെക്കാട്ടിൽ ഇവിടുത്തെ വീടുകൾ കണ്ടോ, റോഡിലേക്കാണ് അവരുടെ പടികളൊക്കെ തുറന്നിരിക്കുന്നത്. പിന്നെ പുഴുവരും ഗട്ടറും പിന്നെ ആണെങ്കിൽ ഈ വെള്ളം ഒഴുകാനുള്ള ഇതും എല്ലാം കൂടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദൈവമേ, ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു ഇവിടെ. ഈ ഊട് വഴി കൂടെ ദിവ്യാൻഷിൻ്റെ അപ്പഘട്ടം നിറഞ്ഞ അഭ്യാസം നിറഞ്ഞ യാത്രയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതുവഴി ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ മോഹിത്തിൻ്റെ CM റൈസ് വിദ്യാലയ കാണുന്നത്. അങ്ങനെ ഞാനിത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ, CM റൈസ് എന്ന് പറഞ്ഞ സ്കൂൾ ഇവിടെയാണെന്നൊക്കെ. പക്ഷേ അവനെന്ന് സ്കൂൾ ബസ്സിലാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നുകൂടെ തിരിഞ്ഞു വന്നിട്ടാണ് ഈ വീഡിയോ. പിന്നെയുള്ള യാത്ര എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവന്മാർ പറഞ്ഞു നമുക്ക് ഓവർ ബ്രിഡ്ജിനടുത്ത് പോയാലോ. ഓക്കെ ചലോ, നമുക്ക് അങ്ങനെ ഓവർ ബ്രിഡ്ജിനടുത്ത് പോയി. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് അടുത്ത സ്കൂൾ ഏതാണെന്ന് അറിയാമോ, നമ്മുടെ IPS. അപ്പോൾ IPS കണ്ടു. കുറച്ച് നേരം അവിടെ ഇരുന്നു. IPSൻ്റെ പുറത്ത് പുതിയൊരു ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയേക്കുന്ന ഒരു ചെറിയൊരു സ്കൂൾ തുടങ്ങി. ഞാൻ പേര് വിട്ടേക്കുക. ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്, ഒരുപാട് സ്കൂൾ. ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഒരു സ്റ്റേറ്റിന് അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ MP കൊടുക്കേണ്ടി വരും. മുക്കിന് സ്കൂളുകളാണെന്നേ. അത് തുടങ്ങാൻ കാണിക്കുന്ന ആൾക്കാരുടെ ഒരു ആർജവം